എന്താ സാഗറെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് മഞ്ജു വിളിച്ചത്? അത് കാണണമെന്ന് പറഞ്ഞ ആളെ തന്നെ പറയുന്നതല്ലേ നല്ലത്. അല്ല, എന്താ ഇത്ര സസ്പെൻസ്? ആ, സസ്പെൻസ് ഉള്ള കാര്യമാണ്. മഞ്ജു അകത്തുണ്ട്, മാഡം പോയി ചോദിക്കേ എന്താ അവക്ക് പറയാനുള്ളതെന്ന്. ആ, സാഗർ നമ്മുടെ മുന്നിൽ വെച്ച് പറയാൻ മടിക്കുന്ന കാര്യം എന്താ? ഏതായാലും വിഷമമുള്ള കാര്യമൊന്നും അല്ല മഞ്ജു പറയാൻ പോകുന്നത്. ഒന്ന് പോയി ചോദിക്കേ. കണ്ണേട്ടാ, എന്തേ വരുന്നു? എന്താ സാഗറെ പറയാനുള്ളത്? അവളുടെ നാവുകൊണ്ട് എന്നെ പറയണമെന്നുള്ള വാശിയില്ല. ഇനിയിപ്പോ ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഞാനും മഹിയും തമ്മിലുള്ള വഴക്ക് ഇപ്പോഴല്ലേ തീർത്തത്. എന്നാ പിന്നെ അയാളുമായിട്ടൊന്ന് പുറത്തിറങ്ങി ചുറ്റാലോന്ന് കരുതി നിൽക്കുമ്പോഴാ മഞ്ജുവിന്റെ വിളി വന്നത്. എന്നാ പിന്നെ ഇവിടെ കേറിയിട്ട് പോകേണ്ടടുത്തൊക്കെ പോവാന്ന് കരുതി. സാർ വരൂ. മഞ്ജു, എന്താ മഞ്ജു? സാഗരേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല. വേറൊന്നുമല്ല, ഏട്ടത്തെ അമ്മയായി കഴിഞ്ഞാ തൊട്ട് പിന്നാലെ ഒരു കുഞ്ഞും കൂടി വരാൻ പോവാ. അതെ എടുത്തേ, ഇതിനു മുമ്പ് എന്റെ അമ്മയെ എടുത്തേക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ശരിക്കും അങ്ങനെ തന്നെയായി. ഫോണിൽ കൂടെ പറഞ്ഞുകൂടായിരുന്നു മഞ്ജു? ഫോണിൽ കൂടെ പറയണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചൊരു തീരുമാനം എടുത്തതാ. എങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലേ അനന്തേട്ടനോട് ലേഖയോടും കൂടി ഈ സന്തോഷം പങ്കുവെക്കായിരുന്നല്ലോ. ഞാനും കണ്ണേട്ടനും കൂടി പുറത്തേക്കൊക്കെ ഒന്ന് ചുറ്റാൻ വേണ്ടി ഇറങ്ങിയതാ. എന്തായാലും ഇങ്ങനൊരു സന്തോഷ വർത്താനം കേൾപ്പിച്ചതല്ലേ. സാഗറിനെയും കൂട്ടി മഞ്ജുവും വരുന്നോ? തുടക്കമല്ലേ എടുത്തേ, അപ്പോ യാത്രയൊക്കെ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞ്. ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. 1-2 മാസത്തേക്ക് സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഒരു കാരണവശാലും നീ നിന്റെ കുടുംബത്തിലേക്ക് ഈ സമയത്ത് പോരുത്. ഇനിയിപ്പോ എന്റെ കുഞ്ഞിനെ കളയാനുള്ള ധൈര്യമൊക്കെ എന്റെ അമ്മയ്ക്ക് ഉണ്ടാവോ? അതൊന്നും പറയാൻ പറ്റില്ല. നിനക്കിനി സേഫ് ആയിട്ടൊരു സ്ഥലമുണ്ട്. ഞാൻ താമസിക്കുന്ന വീട്, ലേഖയുടെ വീട്. അതെന്തായാലും വേണ്ട എടുത്തേ. അവരിപ്പോ ഏട്ടത്തെ നന്നായിട്ട് നോക്കുവല്ലേ. അതിനിടയ്ക്ക് ഞാനും കൂടെ കയറി വന്നാ അത് ശരിയാവില്ല. അവർക്കതൊന്നും ഒരു ബാധ്യതയല്ല. കുട്ടികളില്ലാത്തോണ്ട് ലേഖയ്ക്ക് ഇതിലൊക്കെ വലിയ ഇൻട്രസ്റ്റാ. പിന്നെ ഈ വാർത്ത അറിയുമ്പോ ഉറപ്പായിട്ടും ലേഖ നിന്നെ വിളിക്കും. എന്നിട്ട് അവിടെ വന്ന് നിൽക്കാനും പറയും. ഈ വിവരം അറിഞ്ഞ ശേഷമേ തോമസ് സാറ് കുറച്ചു ദിവസം അവധി എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളില് എനിക്കൊപ്പം സാഗരേട്ടനും കാണും. ദേ, നീ ഇനി ഒരു 2 മാസം കഴിഞ്ഞ് ജോലിക്ക് കയറിയാ മതി മഞ്ജു. അതുപോലെ തന്നെ കണ്ണേട്ടനോട് പറഞ്ഞിട്ടെ ഇവിടെ നിന്റെ ഹെൽപ്പിന്
ഏതെങ്കിലും നല്ല സ്ത്രീകളെ പറഞ്ഞുവിടാം. പിന്നെ ഒരു 2-3 മാസമൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ ഭയക്കാനൊന്നുമില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോ പ്രഗ്നന്റ് ആയ സ്ഥിതിക്ക് ഓരോരോ ചടങ്ങുകളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് നടത്തണം.